ഹലോ, ആകാശാണ് ഡോപ്പയിൽ നിന്ന്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നീറ്റൊക്കെ അടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേക്ക് തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് റെഗുലറായിട്ട് കൺസേൺ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറ മല എന്നൊക്കെ വിചാരിക്കുന്ന പോലെ ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഭയങ്കര ടഫാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇനിയും അല്ലെങ്കിൽ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻ കൂടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിസിക്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ എങ്ങനെയാണ് റിവൈസ് ചെയ്യുക, എങ്ങനെയാണ് നീറ്റ് എക്സാമിന് സമയം കണ്ടെത്തേണ്ടത്? രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൗ ടു റിവൈസ് ഫിസിക്സ്. നിങ്ങൾക്കറിയാം റിവൈഷൻ, അല്ലെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് എ റിവിഷൻ, എന്തിനാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്? ശരിയാണ്, ഓർത്തെടുക്കുക. ഓർത്തെടുക്കുന്നതിലുപരി നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ സബ്ജക്റ്റ് എന്ന രീതിയിൽ ഒരു ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിവിഷൻ കഴിയുന്നതിലൂടെ ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കുക എന്നൊരു തോട്ട് ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ നിങ്ങൾ ആ തോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മൾ ആക്ച്വലി റിവൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആവുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമല്ല, അത് നമ്മൾ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആവുക. അതെങ്ങനെയാണ് പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഫിസിക്സ് റിവൈസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോകണം. നമുക്കറിയാം റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണം. ശരിയാണല്ലോ? അതെ. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ചാപ്റ്റർ ചൂസ് ചെയ്യുക. ചാപ്റ്റർ ചൂസ് ചെയ്തതിന് ശേഷം ആ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡോപ്പയിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺഗോയിങ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഫിസിക്സിൻ്റെ സീരീസ്, അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള എല്ലാ റിലവൻറ്റ് ഇക്വേഷൻസും ഞാൻ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. അത് നോക്കിയതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആ ഒരു ഇക്വേഷൻസ് ഫുള്ള് വായിക്കുക, ആ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇക്വേഷൻസ് ഇരിക്കുന്നത്. ഇതാണ് ആ ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ റേ ഓപ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് റിഫ്രാക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പ്രിസത്തിനെ കുറിച്ച് പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫൈനലി കുറച്ച് ഡിസീസസ് റിഗാർഡിങ് വിഷൻ. ഇത് മൊത്തം പഠിച്ചു. ഓക്കെ, ഒരു 20 മിനിറ്റ് കൊണ്ട് ഐ ഹാവ് ലേൺ ഓൾ ദി ഇക്വേഷൻസ് അല്ലേ. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി മെജോറിറ്റി അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു, 15 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, ഐ ആം സെറ്റ് ഫോർ ദി ചാപ്റ്റർ എന്ന് പറയുന്നു. പക്ഷേ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ, കുഴപ്പമില്ല. അല്ല, നിങ്ങളൊരു റിപ്പീറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വർഷം കംപ്ലീറ്റ് എക്സാമിൽ ചെയ്തതും അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെയ്തതും എല്ലാം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ നിങ്ങളത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് പുതിയൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണോ, അതോ ആൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും പഠിച്ചത് മനപ്പാടമാക്കുകയാണോ? ഒരുപാട് പേര് അത് വീണ്ടും വീണ്ടും പഠിച്ച് അത് മനപ്പാടമാക്കി, അതായത് ആ ക്വസ്റ്റ്യൻ കിട്ടി, ഫിസിക്സ് ശരിയായി എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ സെറ്റ്, അധികമൊന്നും വേണ്ട, ഒരു 30 ക്വസ്റ്റ്യൻ, ഒരു 25 ക്വസ്റ്റ്യൻ എടുക്കുക. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ടൈമർ വെച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം, അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അണ്ടർ ഒരു 1.5 hours അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ഏത് വലിയ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് റിവിഷൻ? ചൂസ് ദ ചാപ്റ്റർ, write down the short notes അല്ലെങ്കിൽ read out the short notes, then practice the questions which you haven't practiced before. മുന്നേ പ്രാക്ടീസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒന്നെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ ഫിസിക്സിൻ്റെ റിവിഷൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു അറ്റംപ്റ്റ് ഫിസിക്സ് ഇൻ നീറ്റ്, അല്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് ടൈം ഫോർ നീറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാം. അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ, സർ നീറ്റ് എഴുതാൻ പോവാണ്, എനിക്ക് എത്ര സമയം എൻ്റെ നീറ്റിൽ ഫിസിക്സിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും? ചിലർ 1.5 മണിക്കൂർ പറയും, ചിലർ 2 മണിക്കൂർ പറയുന്നു, ചിലർ 1 മണിക്കൂർ പറയുന്നു, ചിലർ പറയുന്നു 45 മിനിറ്റ് മതി, 1 മിനിറ്റ് മതിയല്ലോ ഒരു ക്വസ്റ്റ്യന്. വാട്ട് ഈസ് മൈ ഐഡിയൽ ടൈം, അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ ഐഡിയൽ അഡ്വൈസ് ഫോർ യൂസ്? നിങ്ങൾ ബയോളജി 90 ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ആ ഒരു 20 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കണക്കുണ്ടല്ലോ, 180 20, അത് മാറിയിരുന്നോട്ടെ. നമ്മളെ സംബന്ധിച്ച് 180 ക്വസ്റ്റ്യൻ ആണ്. ആ 180 ക്വസ്റ്റ്യനിലെ 90 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബയോളജി
നിങ്ങളൊരു 60 മിനിറ്റിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 60 മിനിറ്റിൽ ഫിനിഷ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയോ? കിട്ടിയില്ലേ? അങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ 30 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സിന് കൊടുക്കുക. കെമിസ്ട്രി ഒരു 45 മിനിറ്റ്സിൽ തന്നെ സോൾവ് ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെ സോൾവ് ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയ ഒരു 30 മിനിറ്റ്സ് ഉണ്ടല്ലോടാ. ആ 45 + 30 ആ 75 മിനിറ്റ്സ്, ദാറ്റ് ഈസ് ദി ഐഡിയൽ ടൈം, അല്ലെങ്കിൽ ഐഡിയൽ ടൈം ഡ്യൂറിങ് വിച്ച് യു ഹാവ് ടു ഫിനിഷ് ദി ഫിസിക്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതും ഫിസിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, അതെല്ലാം സോൾവ് ചെയ്യും. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒട്ടും ഐഡിയൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, സർ ഹൗ ഡു യു അറ്റംപ്റ്റ്? അറിയാത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഒരുപാട് പേർക്കുള്ള അടുത്തൊരു ഡൗട്ടാണ് അല്ലേ, പുതിയൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക, അതെങ്ങനെ സോൾവ് ചെയ്യുക എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഐ വിൽ ടെൽ യു. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, യു ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്, പക്ഷേ നിങ്ങൾക്ക് തിയറി അറിയാം അല്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ജസ്റ്റ് ട്രൈ ടു ഐഡൻറ്റിഫൈ വിച്ച് ചാപ്റ്റർ ഇറ്റ് ഇസ് ഫ്രം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണോ, സെമി കണ്ടക്ടേഴ്സ് ആണോ, മാഗ്നറ്റിസം ആണോ? ചാപ്റ്റർ മനസ്സിലായി. വൺസ് യു പിക്ക് ദ ചാപ്റ്റർ, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൽ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും അതിൻ്റെ വിത്ത് യൂണിറ്റ്, അതായത് ഇപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ആണ് കറണ്ട്, V = I = R = എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് സമയം കളയരുത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈ ടു പിക്ക് ഫ്രം വിച്ച് സബ് ടോപ്പിക് ഇസ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് എന്നാണോ, അതോ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം ഡൈപോൾ, ഓർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം ഫ്ലെക്സ്, ഓർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം ഗോസ് ലോ? മനസ്സിലാക്കുക. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഇസ്, കിട്ടിയ ആ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള എല്ലാ ഇക്വേഷൻസും സൈഡിലൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന ടോപ്പിക്കിൽ ഈ കാര്യങ്ങൾ, അതായത് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം ഇതിലുണ്ട്, ഒരു കാര്യം മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ഇല്ലെങ്കിൽ മേ ബി 1-2 ഇക്വേഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്താലോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ കിട്ടാവുന്ന അകലത്തിലായിരിക്കാം ആ ഉത്തരം. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഞാൻ പറഞ്ഞത് ജനറൽ വേ ആണ്, ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടാം. ഓക്കെ, പിന്നെയുള്ളൊരു കാര്യം, വൈൽ അറ്റംപ്റ്റിങ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സർ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് ഡിപ്പായിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് അനദർ മിസ്റ്റേക്ക്. കാരണം നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് ഇംപ്രഷൻ മേക്സ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ, ഇഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ടഫ് വി ടെൻഡ് ടു ബിലീവ് ദാറ്റ് ദ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ടഫ്. അത് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 4 ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ജസ്റ്റ് ഡയറക്ട്ലി ഗോ ടു ദ 45th ക്വസ്റ്റ്യൻ. 45th പുറകോട്ട് ചെയ്യാം. എന്തിനാ അറിയോ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടഫായിട്ടുള്ള ഭാഗം, അത് മേ ബി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏക ടഫായിട്ടുള്ള ഭാഗം ആദ്യത്തെ 4 ആയിരിക്കും. നിങ്ങളത് കണ്ട് പേടിച്ചിരിക്കും, ബാക്കിയൊന്നും ചെയ്യില്ല. ആ മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കുക. നിങ്ങൾ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ, അതെ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, ഒരു 30 ക്വസ്റ്റ്യനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം യു ആർ ഇൻ എ സേഫ് സോൺ അല്ലേ. 30 ക്വസ്റ്റ്യൻ കിട്ടി, 120 മാർക്സ് ഈസ് ഇൻ യുവർ ബാക്ക് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് സ്റ്റഡി ദ ഫിസിക്സ്, ദിസ് ഈസ് ഹൗ യു ഷുഡ് റൈറ്റ് ദ ഫിസിക്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പിന്നെയുള്ളൊരു മിസ്റ്റേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എറേഴ്സ്. അതായത് ഒരുപാട് പേര് എല്ലാം കറക്റ്റായിട്ട് എഴുതും, എല്ലാം ചെയ്യും, ബട്ട് ദ മിസ്റ്റേക്ക് ഹാപ്പൻസ് വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട്. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എറേഴ്സ് ഉണ്ടാവർ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷൻ മൊത്തം എഴുതാം, എന്നിട്ട് ഈക്വൽ ടു എഴുതിയിട്ട് വി എന്നൊരു ആരോ ഇടുക, എന്നിട്ട് ആ വീൻ്റെ സ്ഥലത്ത് വി തന്നെയാണ് എഴുതിയത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്യാം. ഓക്കെ, പിന്നെ ഡെസിമൽസ് ഒക്കെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റ് വരുത്തരുത്, പവേഴ്സ് ആക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ഡിവിഷനൊക്കെ വരുത്തുമ്പോൾ ക്ലോസ് അപ്രോക്സിമേഷനൊക്കെ യൂസ് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് സം ടൈം. ഓക്കെ ആണല്ലോ? ആൻഡ് ദ മെയിൻ തിങ്, നെവർ എവർ ലൂസ് ദി കോൺഫിഡൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് കെമിസ്ട്രി ആൻഡ് ബയോളജി. അത് രണ്ടും ചെയ്യാൻ പറ്റിയാൽ ഐ ക്യാൻ ഈവൻ ഡു ദിസ് ഓൾസോ. അപ്പോൾ അതൊന്ന് ശ്രമിച്ചാൽ മതി. ഫിസിക്സ് ഈസ് ആൻ ഈസി സബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഓൾ ദി ബെസ്റ്റ് എവറി വൺ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് നീറ്റ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യാം. സോ സീ യു ആഫ്റ്റർ ദി നീറ്റ്. ഓക്കെ, താങ്ക് യു.